ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 3rd ചാപ്റ്റർ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സും പ്രധാനപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ഒക്കെയാണ് ഈ വീഡിയോ പറയുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇനി എലിമിനേഷൻ മെത്തേഡ്. വാട്ട് ഡസ് ദ വേർഡ് എലിമിനേഷൻ മീൻ? എലിമിനേഷൻ മീൻസ് റിമൂവിങ്. അതായത് നമുക്കിപ്പോൾ വേണ്ടത് എക്സും വൈയും രണ്ട് വേരിയബിൾ ഉണ്ടാവും. അതിൽ ഒരു വേരിയബിളിനെ ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് അടുത്തത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സും വൈയും ആണെങ്കിൽ അതിൽ ഒന്നിനെ ഒഴിവാക്കി അടുത്തത് എടുത്തിട്ട് അതിനെ റിമൂവ് വൺ വേരിയബിൾ, ഐദർ റിമൂവ് എക്സ് ഓർ റിമൂവ് വൈ, ഏതെങ്കിലും ഒന്നിനെ ഒഴിവാക്കി അപ്പോൾ നമുക്ക് ഒരു വേരിയബിൾ ഉള്ള ഇക്വേഷൻ കിട്ടും. അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. വിച്ച് വേരിയബിൾ ക്യാൻ ബി റിമൂവ്, അത് നമ്മുടെ ഇഷ്ടം. അവിടെ കോയിഫിഷ്യന്റ് സെയിം ആയിട്ടുള്ളതിനെ റിമൂവ് ചെയ്താലാണ് നമുക്ക് ഇക്വേഷൻ ആക്കി ചെയ്യാൻ വേണ്ടി എളുപ്പമാവുക. അത് നമുക്ക് പ്രോബ്ലത്തിൽ പറയാം. ഐദർ ബൈ ആഡിങ് ഓർ സബ്ട്രാക്ടിങ്, കൂട്ടിയോ കുറച്ചോ നമുക്ക് ചെയ്യാം. അത് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കത് എക്സാമ്പിൾ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് വിശദീകരിക്കാം. ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, വെൻ ദ സൈൻസ് ആർ സെയിം വി സബ്ട്രാക്ട് ദ ടു ഇക്വേഷൻസ്. അതുപോലെ സൈൻ ഡിഫറെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം? കോയിഫിഷ്യന്റ് ഒരുപോലെ ആണെങ്കിൽ കോയിഫിഷ്യന്റ് ഒരുപോലെ ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ട്. അതുകൂടെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ആൻഡ് വെൻ ദ സൈൻസ് ആർ ഡിഫറെന്റ് വി ആഡ് ദ ടു ഇക്വേഷൻസ്. ഇപ്പോ പ്ലസ് 3x മൈനസ് 3x ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ആഡ് ചെയ്താൽ ആ എക്സ് എന്ന ആ ഒരു വേരിയബിൾ എലിമിനേറ്റ് ആവും. നോക്കാം, നമുക്ക് എക്സാമ്പിൾ കൂടുതലായിട്ട് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. x minus y minus 7 equal to 0, x plus y minus 11 equal to 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇൻ ദിസ് മെത്തേഡ് കീപ് വേരിയബിൾസ് ഓൺ LHS ആൻഡ് കോൺസ്റ്റന്റ് ഓൺ RHS. അപ്പൊ എന്ത് ചെയ്യണം? വേരിയബിൾസ് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വെക്കണം, കോൺസ്റ്റന്റ് ആയിട്ടുള്ള അതായത് നമ്പറിനെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലും കൊണ്ടുവരണം. അങ്ങനെ നമുക്ക് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യാം? -7 ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് +7 ആവും. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനെ മാറ്റി എഴുതി x മൈനസ് വൈ ഈക്വൽ ടു 7 എഴുതി. അതുപോലെ സെക്കൻഡ് ഇക്വേഷനെ ആ -11 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എന്താവും? x പ്ലസ് വൈ ഈക്വൽ ടു 11 ആയി. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കും. വി നീഡ് ടു ഐദർ റിമൂവ് എക്സ് ഓർ റിമൂവ് വൈ. എക്സിനെയോ വൈനെയോ റിമൂവ് ചെയ്യണം. അപ്പൊ ഇവിടെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ചിന്തിച്ചു നോക്കാം. ഇതിന് നമ്മൾ മൈനസ് ചെയ്താൽ എക്സ് പോവും. ഇനി ആ ഇക്വേഷൻ രണ്ടും കൂടെ പ്ലസ് ചെയ്യുവാണെങ്കിൽ അവിടെ മൈനസ് വൈയും പ്ലസ് വൈ ആണ്. അപ്പോൾ വൈ ആണ് പോവുക. അത് ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ചെക്ക് ദ കോയിഫിഷ്യന്റ് ഓഫ് ദ വേരിയബിൾ. ഇവിടെ കോയിഫിഷ്യന്റ് ചെക്ക് ചെയ്യാനുള്ള കാരണം എന്താ? കോയിഫിഷ്യന്റ് എല്ലാം 1 ആണ്. ഈ കോയിഫിഷ്യന്റ് 1 അല്ലാതെ വരുന്ന കേസിലാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരിക. ഇവിടെ പ്രശ്നമൊന്നുമില്ല. നോക്കാം, ഇവിടെ 1x ആണ്. എക്സിന്റെ കോയിഫിഷ്യന്റ് 1 ആണ്. അതുപോലെ വൈയുടെയും 1 ആണ്. ഹിയർ കോയിഫിഷ്യന്റ് ഓഫ് എക്സ് as well as coefficient of y is same. ഇതൊരു എക്സാമ്പിൾ ആണ്. ഇവിടെ പ്രശ്നമുള്ള പ്രോബ്ലം അല്ല. നമുക്ക് നോക്കാം. ടു റിമൂവ് എക്സ് വി നീഡ് ടു സബ്ട്രാക്ട്. ഇതിനെ കുറച്ച് കഴിയുവാണെങ്കിൽ നമുക്ക് എക്സിനെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി അത് പ്ലസ് ചെയ്യുവാണെങ്കിലോ ആഡ് ചെയ്യുവാണെങ്കിലോ എന്ത് ചെയ്യും? വൈ ആണ് പോവുക. അപ്പൊ ഇവിടെ സൈൻസ് സെയിം ആണ്. അപ്പൊ ഓർക്കേണ്ട കാര്യം, സൈൻസ് അതായത് ഇവിടെ എക്സിന്റെ സൈൻ പോസിറ്റീവ് ആണ്, പക്ഷെ വൈയുടെ സൈൻ ഒന്നിന് പോസിറ്റീവ് ഒന്നിന് മൈനസും ആണ്. അപ്പൊ സയൻസ് സെയിം ആണെങ്കിൽ എന്ത് ചെയ്യാം? അതിനെ മൈനസ് ചെയ്താൽ കോയിഫിഷ്യന്റ് സെയിം ആയിരിക്കണം, അതുപോലെ സൈനും സെയിം ആയിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ മൈനസ് ചെയ്താൽ ഇത് എലിമിനേറ്റ് ആയി പോകും. അതായത് അത് റിമൂവ് ചെയ്യാൻ പറ്റും. ടു റിമൂവ് വൈ വി നീഡ് ടു ആഡ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ വൈ ആണ് റിമൂവ് ചെയ്യേണ്ടതെങ്കിൽ കോയിഫിഷ്യന്റ് സെയിം ആണെന്ന് ഓർക്കുക. അപ്പോ ഇവിടെ വൈ ആണ് നമുക്ക് മാറ്റേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ മൈനസ് വൈ ആണ്, പ്ലസ് വൈ ആണ്. അപ്പൊ എന്ത് ചെയ്യാം? അവിടെ സൈൻസ് ഡിഫറൻസ് ആണ്, ഡിഫറൻറ്റ് സൈൻസ് ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? അതിനെ ആഡ് ചെയ്താൽ, കൂട്ടിയാൽ, അപ്പോ ആ വൈ എന്നുള്ള ഒരു വേരിയബിൾ അവിടെ നിന്ന് പോകും. നമുക്ക് ഒറ്റ വേരിയബിൾ കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യാം? ലെറ്റ് us ആഡ് ദ ടു ഇക്വേഷൻസ്. നമ്മൾ ഈ ഇക്വേഷനെ രണ്ടിനെ കൂട്ടുന്നു, ആഡ് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? ആഡിങ് 1 and 2, x മൈനസ് വൈ ഈക്വൽ ടു 7, x പ്ലസ് വൈ. അതിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഈ വൈ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സും കൂട്ടിയ 2x എന്ന് കിട്ടും. മൈനസ് വൈയും പ്ലസ് വൈയും കൂട്ടിയാൽ നമുക്ക് വൈ അവിടെ ക്യാൻസൽ ആയി പോയി. പിന്നെ 11നെയും 7നെയും കൂട്ടിയാൽ മതി. നമുക്ക് നോക്കാം. 2x ഈക്വൽ ടു 18 എന്ന് കിട്ടി. ഇനി അതിൽ നിന്ന് എക്സ് കാണാൻ വളരെ എളുപ്പമല്ലേ?
ഇത് നോക്കുന്നു. എക്സ് ഈക്വൽ ടു 9 എങ്ങനെയാ വന്നത്? 2x ഈക്വൽ ടു 18 ആണ്. എക്സ് ഈക്വൽ ടു 18/2 എന്ന് എഴുതിയാൽ നമുക്ക് 9 കിട്ടി. അപ്പോൾ എക്സ് ഈക്വൽ ടു 9 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടി. ഈ വാല്യൂ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക, ഈ എക്സിന്റെ വാല്യൂ നമുക്ക് എളുപ്പമുള്ള, നമുക്ക് ഇഷ്ടമുള്ള എളുപ്പമുള്ള ഒരു ഇക്വേഷനിൽ, ഏതെങ്കിലും ഒരു ഇക്വേഷൻ, ഏതായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് എളുപ്പം തോന്നുന്ന ഒരു ഇക്വേഷനിൽ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടും. ഹൗ ടു ഗെറ്റ് ദ വാല്യൂ ഓഫ് വൈ എങ്ങനെ കിട്ടും? വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഈക്വൽ ടു 9 ഐദർ ഇക്വേഷൻ 1 ഓർ ഇക്വേഷൻ 2. അത് നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് എളുപ്പമുള്ള ഏതാണോ അതിൽ ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ടിങ് എക്സ് ഈക്വൽ ടു 9 ഇക്വേഷൻ നമ്പർ 2ലാണ് ഇപ്പൊ ചെയ്യുന്നത്. അത് 1 ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. എക്സ് പ്ലസ്, അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് പ്ലസ് എന്ന് പറയുമ്പോൾ 9 പ്ലസ് എന്ന് കൊടുക്കണം. 9 പ്ലസ് വൈ ഈക്വൽ ടു 11. വൈ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്തു? വൈനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി 9 മൈനസ് വൈ, വൈ ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. എക്സ് ഈക്വൽ ടു 9 ആൻഡ് വൈ ഈസ് ഈക്വൽ ടു ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ സിമിൾട്ടേനിയസ് ഇക്വേഷൻസ്. വളരെ എളുപ്പമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ദ ഫോളോയിങ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ബൈ ദ എലിമിനേഷൻ മെത്തേഡ് ആൻഡ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. കാരണം എലിമിനേഷൻ മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വേരിയബിളിന്റെ വാല്യൂ കിട്ടും. അത് കഴിഞ്ഞിട്ട് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ നമുക്ക് അടുത്ത വേരിയബിളിന്റെ വാല്യൂ കിട്ടുള്ളൂ. ചെയ്ത് നോക്കാം. 3x plus 4y minus 10 equal to 0 and 2x minus 2y minus 2 equal to 0. അത് നമ്മൾ ഇക്വേഷനെ എന്ത് ചെയ്യണം? ആ കോൺസ്റ്റന്റ് ടൈമിനെ, ഇവിടെയുള്ള -10നെയും അതുപോലെ -2നെയും നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് മാറ്റണം. ഇൻ എലിമിനേഷൻ മെത്തേഡ് കീപ് വേരിയബിൾ ഓൺ LHS ആൻഡ് കോൺസ്റ്റന്റ് ഓൺ RHS. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അത് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്തായി? 3x plus 4y equal to ആ -10 അപ്പുറത്തേക്ക് മാറ്റി നമുക്ക് +10 എന്ന് കിട്ടി. അത് 3x plus 4y equal to 10 എന്നായിട്ട് മാറി. ഇനി സെക്കൻഡ് ഇക്വേഷൻ എന്തായി? 2x minus 2y equal to ആ -2 അപ്പുറത്തേക്ക് പോയി, അപ്പോൾ 2 എന്നായി മാറി. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഇനി നോക്കേണ്ടത് ഇതിന്റെ കോയിഫിഷ്യൻസ് ഒരുപോലെയാണോ, നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റുമോ എന്ന് നോക്കണം. പക്ഷെ ഇവിടെ ഇപ്പൊ നമുക്ക് കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ പെട്ടെന്ന് കൂട്ടിയാലും കുറച്ചാലും നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടൂല. കാരണം അവിടെ എക്സിന്റെ കോയിഫിഷ്യന്റ് 3ഉം 2ഉം ആണ്, വൈയുടെ കോയിഫിഷ്യന്റ് 4ഉം 2ഉം ആണ്. അപ്പം ഡയറക്റ്റ് കൂട്ടിയാലും കുറച്ചാലും നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടൂല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ആ ഇക്വേഷനെ നമുക്ക് ഒരു ഇക്വേഷന് ത്രൂ ഔട്ട് ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവോ ഡിവൈഡ് ചെയ്യുവോ ചെയ്താൽ അതിന്റെ വാല്യൂവിന് മാറ്റമൊന്നും വരത്തില്ല. അപ്പൊ എന്ത് ചെയ്യാം? ആ ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് നോക്കാം, ചെയ്ത് നോക്കാം. ചെക്ക് ദ കോയിഫിഷ്യന്റ് ഓഫ് ദ വേരിയബിൾസ്. അതാണ് നേരത്തെ പറഞ്ഞത്. നമ്മൾ ആ കോയിഫിഷ്യന്റ് ചെക്ക് ചെയ്യുക. ഒരേപോലെ അല്ലല്ലോ ഇപ്പോൾ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ആർ ദ കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സെയിം? അല്ല, സെയിം അല്ല. ഇനിയോ ആർ ദ കോയിഫിഷ്യന്റ് ഓഫ് വൈ സെയിം? അല്ല. അപ്പൊ എന്ത് ചെയ്യണം? അതിനെ ഒരുപോലെ ആക്കാനുള്ള വഴി നമ്മൾ നോക്കണം. ഫസ്റ്റ് ഇൻ ദിസ് സം വിൽ ഹാവ് ടു ഐദർ മേക്ക് ദ കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സെയിം ഓർ വൈ സെയിം. എക്സോ വൈയോ നമുക്ക് സെയിം ആക്കണം. അത് ഏത് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ടു മേക്ക് ദ കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സെയിം we will have to multiplying the equation by 2 and equation 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇക്വേഷൻ 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സിന്റെ കോയിഫിഷ്യന്റ് ഒരുപോലെ ആക്കാം. ഇനി അല്ല നമ്മൾ വൈയുടെ ആണ് ഒരുപോലെ ആക്കുന്നെങ്കിലോ അത് നമ്മുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ടു മേക്ക് ദ കോയിഫിഷ്യന്റ് ഓഫ് വൈ സെയിം we will have to multiplying the equation second by 2. അതല്ലേ എളുപ്പം. രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യണ്ട. സെക്കൻഡ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അവിടെ -4y എന്ന് കിട്ടും. അപ്പൊ അതായിരിക്കില്ലേ കൂടുതൽ എളുപ്പം. ഏത് വഴിക്കും ചെയ്യാം, ഒന്നും തെറ്റല്ല. അപ്പോ നമ്മൾക്ക് എന്താണോ അപ്പോൾ തോന്നുന്ന ബുദ്ധി, അപ്പോൾ നമുക്ക് എളുപ്പം എന്ന് തോന്നുന്നത് അത് ചെയ്യുക. മൾട്ടിപ്ലൈ ഇക്വേഷൻ 2 by 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് 4x minus 4y equal to 4 എന്ന് കിട്ടി. നമുക്കൊരു ഇക്വേഷൻ നമ്പർ ദി ഇക്വേഷൻ സാധാരണ പോലെ ഇക്വേഷന് എന്ത് ചെയ്യാം? നമ്മൾ നമ്പർ 3 എന്ന് കൊടുത്തു. ഇനിയിപ്പോ നമ്മൾ 1ഉം 2ഉം കൂടെ കൂട്ടുവാണെങ്കിൽ, ആഡ് ചെയ്യുവാണെങ്കിൽ എന്ത് കിട്ടും? ആ 4ഉം -4ഉം കൂടെ കൂട്ടിയാൽ അത് ക്യാൻസൽ ആയി പൊക്കോളും. അപ്പൊ നമുക്ക് x equal to എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എടുത്ത് എഴുതി വെച്ചു. -4y equal to 4. അത് ഫസ്റ്റ് ഇക്വേഷൻ അല്ല, സോറി, സെക്കൻഡ് ഇക്വേഷൻ
നമ്മൾ മാറ്റിയെടുത്തത് തേർഡ് ഇക്വേഷൻ 4x മൈനസ് 4y ഈക്വൽ 4 എന്നുള്ള തേർഡ് ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഒന്നുകൂടി എടുത്തെഴുതി 3x പ്ലസ് 4y ഈക്വൽ ടു 10. അപ്പൊ ഇവിടെ വൈയുടെ കോയിഫിഷ്യന്റ് ഒരുപോലെയാണ്, എക്സിന്റെ കോയിഫിഷ്യന്റ് ഒരുപോലെ അല്ല. അവിടെ നിൽക്കട്ടെ, നമുക്ക് ഒരു വേരിയബിളിനെ മാത്രം എലിമിനേറ്റ് ചെയ്താൽ മതി. വി നീഡ് ടു ഐദർ റിമൂവ് എക്സ് ഓർ റിമൂവ് വൈ. ഇത് ഏതായിരിക്കും നമുക്ക് എളുപ്പം? വിച്ച് വേരിയബിൾ ക്യാൻ ബി റിമൂവ്ഡ്, അത് നമ്മൾ നോക്കണം. വിച്ച് എവർ വേരിയബിൾസ് കോയിഫിഷ്യന്റ് ഈസ് സെയിം. വേരിയബിൾസിന്റെ കോയിഫിഷ്യന്റ് സെയിം ആവുന്ന എവിടെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്? കാരണം നമുക്ക് വൈയുടെ കോയിഫിഷ്യന്റ് സെയിം ആണ്. കോയിഫിഷ്യൻ ഓഫ് വൈ സെയിം, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ടു റിമൂവ് വൈ വി നീഡ് ടു ആഡ്. അത് നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ആഡ് ചെയ്യുവാണോ സബ്ട്രാക്ട് ചെയ്യുവാണോ നമ്മൾ നോക്കണം. അപ്പൊ ഇവിടെ 4y എന്നുള്ളത് നെഗറ്റീവ് ആണ്, മൈനസ് ആണ്. അതുപോലെ ഈ താഴത്തെ ഒന്നാമത്തെ ഇക്വേഷനിൽ 4yയുടെ സൈൻ പോസിറ്റീവ് ആണ്. അപ്പൊ പ്ലസും മൈനസും ഒരേ കോയിഫിഷ്യന്റ് വരുമ്പോൾ അത് ആഡ് ചെയ്താലാണ് ഈ y എന്നുള്ള വേരിയബിൾ ക്യാൻസൽ ആയി പോവുക, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്ത് പോവുക. ടു റിമൂവ് y we need to add. ആഡിങ് 1 and 3 എന്ത് കിട്ടും? അപ്പൊ ഇവിടെ നമുക്ക് 4x-ഉം 3x-ഉം കൂട്ടിയാൽ 4y-യും 4y-യും പോയി. അപ്പൊ 4x-ഉം 3x-ഉം കൂട്ടിയ 7x കിട്ടി. 10-ഉം 4-ഉം കൂട്ടിയ 14 കിട്ടി. അപ്പൊ 7x ഈക്വൽ ടു 14 ആണെങ്കിൽ x ഈക്വൽ ടു എന്തായിരിക്കും? 14/2 ആയിരിക്കില്ലേ? 14/7 ആയിരിക്കും. അപ്പൊ 2 കിട്ടണം നമുക്ക് ആൻസർ. നമുക്ക് ആൻസർ 2 കിട്ടണം. 14/7 ഈക്വൽ ടു കട്ട് ചെയ്ത് 2 കിട്ടി. അപ്പൊ x ഈക്വൽ ടു 2 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഒരു വേരിയബിളിന്റെ വാല്യൂ, എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഹൗ ടു ഗെറ്റ് ദ വാല്യൂ ഓഫ് വൈ? വൈയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? വളരെ സിമ്പിൾ ആണ്. എന്ത് ചെയ്യുക? ആ വൈയുടെ വാല്യൂ ഏതെങ്കിലും ഏറ്റവും ചെറിയ ഇക്വേഷനിൽ, നമുക്ക് എളുപ്പം തോന്നുന്ന ഒരു ഇക്വേഷനിൽ അത് ഏതിലെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടും. യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഈക്വൽ ടു 2 ഐദർ ഇക്വേഷൻ 1, 3 ഓർ ഇക്വേഷൻ 1, 2 ഓർ ഇക്വേഷൻ 3. ഏത് ഇക്വേഷൻ കൊടുത്താലും നമുക്ക് ഇതിന്റെ വാല്യൂ കിട്ടും. അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പം ഏതാണോ അവിടെ കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ടിങ് എക്സ് ഈക്വൽ ടു 2 ഇൻ ഇക്വേഷൻ നമ്പർ 1. എന്ത് ചെയ്തു? ഇക്വേഷൻ നമ്പർ 1 ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3x, അപ്പൊ 3 × 2 പ്ലസ് 4y ആണ്, അതിൽ മാറ്റമില്ല. 4y ഈക്വൽ ടു 10 എന്ന് കൊടുത്തു. അപ്പൊ 3 × 2 6 ആണ്. 6 പ്ലസ് 4y ഈക്വൽ 10 എന്ന് കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? നമുക്ക് y ആണ് കിട്ടുന്നത്. അപ്പൊ ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വൈയുടെ കോയിഫിഷ്യന്റ് അടക്കം അവിടെ നിർത്തുക. എന്നിട്ട് ബാക്കി നമ്പറിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. എല്ലാ കണക്കിലും ചെയ്ത പോലെ തന്നെ. അപ്പൊ 4y ഈക്വൽ ടു 10 - 6 4y ഈക്വൽ ടു 4 നമുക്ക് കിട്ടി. ഇത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ഓൾറെഡി ഒരുപാട് ക്വസ്റ്റ്യൻ ഇത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി എന്ത് ചെയ്യാം? y ഈക്വൽ ടു, അപ്പൊ 4/4 ഈക്വൽ ടു 1 നമുക്ക് കിട്ടണം. ആ 4y-നെ താഴേക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, അത് RHS-ലേക്ക് കൊണ്ടുവരിക. അപ്പൊ ഡിവൈഡ് ബൈ ആകും എന്ന് നമുക്ക് അറിയാം. ഈക്വൽ ടു 4 4 കട്ടായി നമുക്ക് 1 എന്ന് കിട്ടി. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എന്താ? x ഈക്വൽ ടു 2 y ഈക്വൽ ടു 1 എന്നുള്ള സൊല്യൂഷൻ നമുക്ക് കിട്ടി.